നമസ്കാരം. എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി സംസ്ഥാന വിഹിതമായിട്ടുള്ള 285 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര പദ്ധതിയായ ജൽ ജീവൻ മിഷനിൽ പകുതി തുക കേന്ദ്രവും ബാക്കി പകുതി സംസ്ഥാന സർക്കാരുമാണ് മുടക്കാറുള്ളത്. ഇനി ഇതൊക്കെ കൃത്യമായി വിനിയോഗിക്കപ്പെടുമോ, ഇതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുമോ എന്നത് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായ 292 കോടി രൂപ നേരത്തെ അനുവദിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ വിഹിതം കൂടെ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ 573 കോടി രൂപ പദ്ധതിക്കായി ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ട്. 40,000 കോടി രൂപ മൊത്തമായി ചെലവാകുമെന്നാണ് കണക്കുകൂട്ടൽ. 10,371.98 കോടി രൂപയാണ് ഇതുവരെ അനുവദിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 54% കണക്കുകളാണ് സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുള്ളത്. ശേഷിക്കുന്നവയൊക്കെ ഒരു വർഷത്തിനകം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശ്രമം എന്നതും പറയേണ്ടിയിരിക്കുന്നു. ജൽ ജീവൻ മിഷൻ മുമ്പ് സംസ്ഥാനത്ത് 17 ലക്ഷം കണക്ഷനുകളാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോഴത് 40 ലക്ഷത്തോളമായി എന്നാണ് കണക്ക്. സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമീണ ഭവനങ്ങളിലും ടാപ്പുകളിലും കുടിവെള്ളം എത്തിക്കാനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി, ഭൂജല വകുപ്പ്, ജലനിധി, നിലവിലിരിക്കുന്ന സംസ്ഥാന നിർവഹണ ഏജൻസികൾ എന്നിവയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര മാർഗനിർദ്ദേശ പ്രകാരം ഒരാൾക്ക് പ്രതിദിനം 55 ജലവിനിയോഗത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ച് സംസ്ഥാനത്ത് പ്രതിദിനം 100 ജലവിനിയോഗത്തിന്റെ പ്രത്യേകതകൾ നടപ്പിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 4.04 ലക്ഷം, 2021-22 6.63 ലക്ഷം, 2022-23 കാലഘട്ടത്തിൽ 5.29 ലക്ഷം എന്നിങ്ങനെയാണ് ഇപ്പോഴുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2023-24 സാമ്പത്തിക വർഷം ഇതേവരെ 2.05 ലക്ഷം വീടുകളിൽ കണക്ഷനുകൾ ലഭ്യമാക്കി എന്നതാണ് വിവരം. 78 പഞ്ചായത്തുകളിൽ പദ്ധതി പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി നടത്തിപ്പിൽ കേരളം പിന്നിലാണ് എന്നത് ഇവിടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ഇനിയെങ്കിലും ഈ തുക അനുവദിച്ചതിന്റെ ഭാഗമായിട്ട് ഇനിയെങ്കിലും കേരളം മുന്നോട്ട് വരുമോ എന്നത് തന്നെയാണ് കാണാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കി നിൽക്കുന്നത്. അത് മാത്രവുമല്ല, കേരളത്തെ സംബന്ധിച്ച് വെള്ളം ഒരുപാടുണ്ടെങ്കിൽ പോലും ജലനിധി എന്നത് വളരെ കുറവ് തന്നെയാണ്. കാരണം ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് അത് ചളിവെള്ളം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പലർക്കും കുടിവെള്ള യോഗ്യമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നില്ല. എറണാകുളത്തൊക്കെ ഇതിന്റെ ഒരു പ്രശ്നം വളരെ കൂടുതലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള ഈ ഒരു ജൽ ജീവൻ പദ്ധതി ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തി സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം.